ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. റാഗിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇലയുടെ തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനാദ്യം വേണ്ടത് ഇതുപോലെ പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. ഈ വലിപ്പത്തിലുള്ള 3 കഷ്ണം ശർക്കര, ചെറുതായി കട്ട് ചെയ്ത ബദാം, കാഷ്യൂനട്ട്, ഏലക്കപ്പൊടി, ഗീ, റാഗിപ്പൊടി 3/4 കപ്പ്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ഒരു പിഞ്ച് ഉപ്പ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പീനട്ടോ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ശർക്കര ചേർത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കണം. ശർക്കര ഉരുകി ഇതുപോലെ പാനിയായി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർക്കുക. ഗീ മെൽട്ടായി വരുമ്പോൾ ബദാമും കാഷ്യൂനട്ടും ചേർക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം. ബ്രൗൺ കളറായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച 2 നേന്ത്രപ്പഴം ചേർക്കാം. നേന്ത്രപ്പഴം ചേർത്ത് നന്നായി വഴറ്റണം. ഇടയ്ക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ പഴം നെയ്യിൽ കിടന്ന് വഴന്ന് നല്ല പേസ്റ്റ് പോലെ ആയി വരുമ്പോൾ അതിലേക്ക് ഉരുക്കി വെച്ച് ശർക്കര ചേർക്കാം. ശർക്കര അരിച്ച് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. എല്ലാം ഒന്ന് മിക്സായാൽ റാഗിപ്പൊടി ചേർക്കാം. കൂടെ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടിയും. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിൽ ജലാംശം മുഴുവൻ വറ്റി കട്ടിയായി വരുന്നത് വരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അത് കട്ടിയായി വരും. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. കൈ കൊണ്ട് തൊടാവുന്ന ചൂടാകുമ്പോൾ ഒരു വാഴയില ഇതുപോലെ കോൺ പോലെ ചുരുട്ടി അതിലേക്ക് ഈ മിശ്രിതം നിറക്കണം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചുരുട്ടി 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി ഒരു സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കണം. റാഗി ശർക്കര പാനിയിൽ വഴറ്റിയെടുത്തപ്പോൾ തന്നെ പകുതി വേവായി കാണും. അതിനാൽ 15 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മാത്രം മതി. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ അട തയ്യാറാക്കിയെടുക്കാം. റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ പലഹാരം. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴത്തിന് പകരം ചക്കയുള്ള സീസണുകളിൽ പഴുത്ത ചക്ക വെച്ചും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. മാത്രമല്ല ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഇത് വളരെ ഹെൽത്തിയുമാണ്. ഇതെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കല്ലേ.